കേരളത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. ഷിഗല്ല ജാഗ്രതയിൽ കോഴിക്കോട് മുണ്ടക്കിൽ താഴം ചെലവൂർ മേഖലയിൽ 25 പേർക്ക് രോഗലക്ഷണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആളുകളെ പരിഭ്രാന്തിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഷിഗല്ല എന്ന് പറയുന്നത്. പല ആളുകളും ചോദിച്ച സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ആളുകളുടെ പ്രധാനപ്പെട്ട സംശയം സ്വാഭാവികമായും എന്താണ് ഷിഗല്ല എന്നുള്ളതാണ്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് പോലെ ഷിഗല്ല എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, മറിച്ച് ഈ അസുഖത്തിന് കാരണമായ ജീവി, അതായത് ഈ അസുഖത്തിന് കാരണമായ ബാക്ടീരിയയാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ മൂലമുള്ള വയറിളക്കത്തെ നമ്മൾ ഷിഗല്ല ഡിസെൻട്രി അല്ലെങ്കിൽ ഷിഗല്ലോസിസ് എന്ന് പറയും. ഈ ബാക്ടീരിയ നമ്മുടെ കുടലുകളിൽ അണുബാധയുണ്ടാക്കുകയും ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിന്റെ ഫലമായി ഭക്ഷ്യപദാർത്ഥങ്ങളും വെള്ളവും വലിച്ചെടുക്കുവാനുള്ള കുടലുകളുടെ കഴിവുകൾ നഷ്ടപ്പെടുകയും അങ്ങനെ അതിന്റെ ഫലമായി നമുക്ക് വയറിളക്കം രൂപപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഈ ഒരു അസുഖം കൊണ്ടുദ്ദേശിക്കുന്നത്. ആളുകളുടെ രണ്ടാമത്തെ സംശയം എന്തൊക്കെയാണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ വയറിളക്കം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷണം. പിന്നെ വയറിളക്കത്തിന്റെ കൂടെ സാധാരണ വയറിളക്കത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് മലത്തിൽ രക്തത്തിന്റെ അംശം കാണാവുന്നതാണ്, അതായത് രക്തത്തോടു കൂടിയുള്ള വയറിളക്കം. എന്നാൽ എല്ലാ സമയവും വയറിളക്കത്തിന്റെ കൂടെ രക്തം ഉണ്ടാകണമെന്നില്ല. പലപ്പോഴായിട്ട് വയറിളക്കത്തിന്റെ കൂടെ രക്തത്തിന്റെ അംശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സാധാരണ ഒരാൾക്ക് വയറിളക്കം വരുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും സാധാരണ രീതിയിലുള്ള വയറിളക്കം വേദനയും ഒന്നും ഇല്ലാതെ തന്നാലെ അയാൾ അറിയാതെ തന്നെ വയറ്റിൽ നിന്നും ലൂസായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. എന്നാൽ ഡിസെൻട്രി, അതായത് ഷിഗല്ല മൂലമുള്ള വയറിളക്കമുള്ള ആളുകൾക്ക് ശക്തമായ വയറുവേദനയോട് കൂടിയ വയറിളക്കമാണ് ഉണ്ടാവുക. വയറുവേദനയോട് കൂടിയ വയറിളക്കം, പനിയോട് കൂടിയുള്ള വയറിളക്കം, ഛർദി തുടങ്ങിയവയാണ് ഈ അസുഖത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ആളുകളെ പരിഭ്രാന്തിയിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ അസുഖം എങ്ങനെയാണ് പകരുന്നത്, ഇതിന്റെ സ്പ്രെഡ് എങ്ങനെയാണുള്ളത്. കൊറോണ പോലെ വായുവിലൂടെ പകരുന്നതാണോ, നമ്മൾ മാസ്ക് ധരിച്ച് മാസ്ക് ഇല്ലാത്ത ജീവിതം നമുക്ക് സാധ്യമല്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അസുഖം യഥാർത്ഥത്തിൽ പകരുന്നത് വായുവിലൂടെയല്ല, മറിച്ച് മലിനമായിട്ടുള്ള വെള്ളത്തിലൂടെയും യഥാർത്ഥ നല്ല രീതിയിൽ പാകം ചെയ്യാത്ത ഭക്ഷണത്തിലൂടെയുമാണ് പ്രധാനമായും ഈ അസുഖം പകരുന്നത്. അതിനു പുറമെ ഈ അസുഖമില്ല ആളുകളുടെ കൈകളിൽ അവർ മലമൂത്ര വിസർജനത്തിന് ശേഷം അതിന്റെ അംശങ്ങൾ അവരുടെ കൈകളിലുണ്ടെങ്കിൽ അവർ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് ആയിട്ടോ അവർ നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന സമയത്തോ ഡയറക്റ്റ് ആയിട്ടോ ഈ അസുഖം നമുക്ക് പകരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ അസുഖം 100-ലധികം വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ്. 1897 ഏതാണ്ട് 120ഓളം വർഷങ്ങൾക്ക് മുന്നേ ആണ് ഈ ഒരു ബാക്ടീരിയയെ നമുക്ക് വേർതിരിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊറോണ പോലെ പുതിയൊരു അസുഖമേ അല്ല. അതുപോലെ തന്നെ ആളുകൾക്ക് വിഭ്രാന്തി ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം, ഈ അസുഖം കൊറോണ പോലെ വലിയ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അസുഖമാണോ എന്നുള്ളതാണ്. കൊറോണ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പരിഭ്രാന്തിപ്പെടുന്നത് പോലെ ഷിഗല്ല എന്നുള്ള ഒരു പേര് തന്നെ ആളുകൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാര്യം. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഷിഗല്ല എന്നുള്ള പേര്? ഷിഗല്ല എന്നുള്ള പേര് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ബാക്ടീരിയയെ ആദ്യമായി കണ്ടെത്തിയിട്ടുള്ള കിയോഷി ഷിഗ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നുമാണ്, അദ്ദേഹത്തിന്റെ നാമത്തിൽ നിന്നുമാണ്. അദ്ദേഹം ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ കിയോഷി ഷിഗ എന്നുള്ള പേരിൽ നിന്നുമാണ് ഷിഗല്ല എന്നുള്ള പേര് രൂപപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ആന്റിബയോട്ടിക്കുകളാണ് ഇതിന്റെ പ്രധാനമായിട്ടും ഇതിനെതിരെ, ഈ ബാക്ടീരിയക്കെതിരെയുള്ള ചികിത്സ. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി നല്ല വയറിളക്കം ഉണ്ടാകും ആളുകൾക്കെന്ന്. അപ്പോൾ ഈ വയറിളക്കം വഴി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഗാഢത വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും. അതുകൊണ്ട് തന്നെ വയറിളക്കമുള്ള ആളുകൾ നന്നായിട്ട് ഉപ്പിട്ട വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ
ORS പോലെയുള്ള ലായനികൾ കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ അവർക്ക് ഈ അസുഖം മൂലമുള്ള വെള്ളം നഷ്ടപ്പെടുത്തുന്നതിൽ നിന്നും നമുക്കൊരു പരിധിവരെ രക്ഷ നേടാവുന്നതാണ്. എന്നാൽ ചില ആളുകൾക്ക് മാത്രം ശക്തമായ ഛർദി മൂലമോ അല്ലെങ്കിൽ ശക്തമായ വയറിളക്കം മൂലമോ അവർക്ക് വെള്ളം കുടിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത്തരമുള്ള ആളുകൾക്ക് മാത്രമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത്. നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ പറഞ്ഞ പ്രകാരമുള്ള ആന്റിബയോട്ടിക്കുകളും ORS ലായനികളും നേരത്തെ തന്നെ കഴിച്ചു തുടങ്ങിയാൽ പൂർണ്ണമായും നമുക്ക് ഈ അസുഖത്തെ തോൽപ്പിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഈ രോഗത്തെ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? നമ്മുടെ ഏരിയകളിലായി പ്രത്യേകിച്ചും കോഴിക്കോടിന്റെ ചുറ്റുമായി കുറച്ച് ആളുകൾക്ക് ഈ അസുഖം വരികയുണ്ടായി. അപ്പൊ എങ്ങനെ ഈ രോഗത്തെ തടയാമെന്നുള്ളതാണ്. ഇതിൽ എല്ലാവർക്കും റോളുണ്ട്. രോഗബാധിതരായിട്ടുള്ള ആളുകൾ അവർ ചെയ്യേണ്ട പ്രധാന കാര്യം അവർ മലമൂത്ര വിസർജനത്തിന് ശേഷം സോപ്പിട്ട് നന്നായി കൈകൾ കഴുകുക എന്നുള്ളതാണ്. പരമാവധി അസുഖമുള്ള ആളുകൾ അവർ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും ഭക്ഷണം വിളമ്പുന്നതിൽ നിന്നും വിട്ടുനിന്ന് കഴിഞ്ഞാൽ ഈ അസുഖം കുടുംബത്തിലെ മറ്റുള്ള ആളുകൾക്ക് പടരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇനി അസുഖം ഇല്ലാത്ത ആളുകൾ അവരെന്ത് ചെയ്യണം? അവർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ നന്നായിട്ട് കഴുകുക, പരമാവധി വീട്ടിൽ നിന്നും ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറക്കുക, അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ വയറിളക്കമുള്ള കുട്ടികളുടെ ഡയാപ്പറുകൾ അത് നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ വളരെ പ്രോപ്പറായി ബാക്കിയുള്ള ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയാതെ സൂക്ഷിക്കേണ്ടതാണ്. മുട്ടുകുത്തി കൈകുത്തി നടക്കുന്ന കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരുടെ കൈകൾ കഴുകി കൊടുക്കുന്നതിലൂടെയും ഈ അസുഖം പകരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ ആളുകൾക്ക് ഏതൊരു അസുഖം വന്നാലും ആളുകളുടെ പേടി ഈ അസുഖം കൊണ്ട് മരണം സംഭവിച്ചു, എനിക്കും മരണം സംഭവിക്കുമോ എന്നുള്ളതാണ്. ഏതൊരു അസുഖവും അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മരണം സംഭവിച്ചേക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ശരീരത്തിൽ നിന്നും ധാരാളം വെള്ളം നഷ്ടപ്പെടുന്നതിന്റെ ഫലമായി ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. പക്ഷേ കറക്റ്റ് സമയത്തുള്ള ചികിത്സ കൊണ്ട് പൂർണ്ണമായും നമുക്ക് ഈ അസുഖത്തെ നമുക്ക് ഇവിടെ നിന്നും തുടച്ചു നീക്കാൻ സഹായിക്കും.